ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AR മീഡിയ. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കങ്കുവ മൂവിയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഈ ഒരു പടത്തിൻ്റെ പാട്ട് നമ്മൾ ഓൾറെഡി റിയാക്ഷൻ ചെയ്തതായിരുന്നു. അപ്പോൾ മുതൽ ഭയങ്കര വെയിറ്റിംഗ് ആണ് ഈ ഒരു പടത്തിൻ്റെ ട്രെയിലറിനും ഈ ഒരു പടം ഇറങ്ങാനും വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സൂര്യ നായകനാണ്. പിന്നെ ഇതിന് ഡയറക്ഷൻ വരുന്നത് ശിവ. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറയുവാണെങ്കിൽ അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത പടങ്ങൾ, അതായത് അജിത് സാറിനെ വെച്ച് അദ്ദേഹം ചെയ്ത പടങ്ങളിൽ ലാസ്റ്റ് ഇറങ്ങിയ ഒരു വിവേകം എന്നുള്ളൊരു മൂവിയുടെ ട്രെയിലർ ഭയങ്കര ഹൈപ്പിലൊക്കെ വന്നൊരു ട്രെയിലറാണ്. പക്ഷെ പടം 8 കലയിൽ പൊട്ടി. അതിന് മുമ്പ് ഇപ്പോൾ വിശ്വാസം, ഒരു വീരം, ആ ഒരു പടങ്ങളൊക്കെ വലിയ ഹിറ്റ് ആയിട്ടില്ല എങ്കിലും അത്യാവശ്യം നല്ല പടങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഇറങ്ങിയ ഒരു വിവേകം എന്ന് പറഞ്ഞ ഒരു മൂവി നമുക്ക് പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല. ആ ഒരു ഹെലികോപ്റ്ററിലെ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെയൊന്നും ആയിരുന്നില്ല. കംപ്ലീറ്റ് അത് പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം വരുന്ന ഒരു മൂവിയാണ് ഈ കങ്കുവ എന്നുള്ളൊരു മൂവി. അതും നമ്മുടെ സൂര്യ സാറിനെ വെച്ച് ചെയ്യുന്ന മൂവി തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ട്, നല്ലൊരു പ്രതീക്ഷ തന്നെയുണ്ട്. ആ ഒരു പാട്ടും ആ ഒരു സംഭവങ്ങളൊക്കെ പോസ്റ്ററെല്ലാം കണ്ടതിന് ശേഷം. അപ്പോൾ നമുക്ക് അതിന്റെ ട്രെയിലർ എങ്ങനെയാണെന്നൊന്ന് കണ്ടുവെക്കാം. நம்ம வாழ்ற இந்த தீவுக்குள்ள எத்தனையோ மர்மங்க கொட்டி கிடக்குது. அது எல்லாத்தையும் விட புரியாத மர்மம் விருந்தருந்த வாரீரோ. சாவிறங்குற மாதிரி மேலே இறங்கி அவன் அந்த மண்டை விட்ட ரத்தத்தை நிரப்பி அறுத்துக்கு கொண்டு வா. பத்தென்ற சொட்டு சொட்டுறதுக்குள்ள கங்குவா இங்க வரணும். விளை பெருமாச்சி பண்ணே. உன் ரத்தமும் என் ரத்தமும் வெவ்வேறா. அறுபத்தியன் சிரம் மண்டுருண்டாலும் உருளும். உன் நெற்றியும் முழங்காலும் மண் தொடா மண்டீடா. സൂപ്പർ. ആ വിഷ്വൽസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ട്രെയിലറാണ്. വളരെ പ്രതീക്ഷ തരുന്ന തരത്തിലുള്ള ഒരു ട്രെയിലറാണ് വന്നിരിക്കുന്നത്. എനിക്കതിൽ ഫസ്റ്റ് തന്നെ ആൾക്കാരെയൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ബാഹുബലിയിൽ കാലകേനാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതെനിക്ക് മാത്രമായിരിക്കില്ല, അത് അറിയാവുന്ന ആർക്കാണെങ്കിലും ആ ഒരു സംഭവം ഒരിക്കലും ഓർമ്മ വരുന്നത്. ആ കാലകേൻ്റെ ലുക്കായിരിക്കും ഓർമ്മ വരുന്നത്. പിന്നെ ബോബി ഡിയോൽ പുള്ളിക്കാരനെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനാണ് ഇതിൽ വില്ലൻ തോന്നുന്നു. പിന്നെ സ്റ്റോറി സംബന്ധമായ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ വിഷ്വൽസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് VFX വർക്ക് വരുന്നുണ്ട്. അതിലെല്ലാ വിഷ്വൽസും അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാണിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര സംഭവമായിട്ട് കാണിക്കുന്ന രീതിയിലുള്ള വിഷ്വൽസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൽ BGM ഇടയിലൊരു നൈസ്, ഭയങ്കര ഇമോഷണലി ആയിട്ടുള്ളൊരു BGM വരുന്നുണ്ട്. അത് സൂപ്പറായിട്ട് എനിക്ക് തോന്നി.
പിന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യ സാറ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരാളേ അല്ല. അതിൻ്റെ ഓരോ മൂമെന്റ്സ് ആണെങ്കിലും ഓരോ എക്സ്പ്രഷൻസ് ആണെങ്കിലും ഓരോ സീക്വൻസ് ആണെങ്കിലും നമ്മൾ കാണാത്ത നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു കഥാപാത്രം. അത് അടിപൊളിയായിട്ട് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിരിക്കുന്നത്. അത് അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ നമ്മുടെ സൂര്യ സാറ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ട്രെയിലറിൽ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ നമ്മൾ ട്രെയിലർ കണ്ടിട്ട് മാത്രം ഈ ഒരു പടത്തിനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അതിപ്പോ എത്ര നല്ല ആക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ആക്ടേഴ്സ് അതിലുണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു സിനിമയ്ക്ക് അതിന് സ്റ്റോറി വേണം. ആ സ്റ്റോറിക്ക് പറ്റിയ ഒരു സ്ക്രീൻ പ്ലേ അതും കൂടി വേണം. ഇത് രണ്ടും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാണ് അല്ലെങ്കിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു സിനിമ സക്സസ്ഫുൾ ആയിട്ട് അത് വിജയിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ആവട്ടെ ഇതെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിലർ കണ്ടിട്ട് നല്ലൊരു രീതിയിലുള്ള പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ട്. പിന്നെ പറയാൻ തോന്നിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ഷനാണ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ശിവ. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഭയങ്കര നിരാശ തോന്നിയ ഒരു പടമാണ് നമ്മുടെ അജിത് സാറിൻ്റെ വിവേകം എന്നുള്ളൊരു മൂവി. അതിൻ്റെ ട്രെയിലർ ഭയങ്കര സെറ്റപ്പിൽ വന്ന ട്രെയിലറാണ്. പക്ഷെ പടം നമ്മൾ വിചാരിച്ച പോലെയൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ഈ ഒരു പടം. നമുക്ക് സൂര്യ സാർ ആണെങ്കിലും ഒരു ഭാഗത്ത് ആ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ട്രെയിലർ പുള്ളിക്കാരൻ അടിപൊളിയാക്കിയിട്ടാണ് നമ്മുടെ മുമ്പിൽ എത്തിച്ചാന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ അതിൻ്റെ ഹൈപ്പ് ഓൾറെഡി ഹൈപ്പിൽ ആ ഒരു പാട്ട് വന്നതിന് ശേഷം ഓൾറെഡി ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ആ ഒരു പടം തന്നെയായിരുന്നു കങ്കുവ. ട്രെയിലർ കൂടി വന്നപ്പോൾ ഡബിളായി. അതുമാത്രമല്ല ആ ഒരു സീനിൽ നമ്മുടെ സൂര്യ സാറ് മുതലെന്നെ പൊക്കിക്കൊണ്ടുവരുന്ന സീനുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല ആരും മുതലാണ്, പക്ഷെ പുള്ളിക്കാരൻ അടിയുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നേ ഇല്ല. ആ ഒരു സീനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു വിഷ്വൽസ് ആണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിലർ തന്നെയാണ് കങ്കു ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ റിലീസ് ഡേറ്റ് വരുന്നത് 10-ാം തീയതി, അതായത് ഒക്ടോബർ 10-ാം തീയതിയാണ് വരുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഒരു സീനിൽ ഒരു ഫൈറ്റ് സീനിൽ ലാസ്റ്റ് ഒരാൾ കുതിരയിൽ വരുന്ന ഒരു സീൻ വെച്ചിട്ടാണ് ട്രെയിലർ എൻഡ് ചെയ്യുന്നത്. അതിനിപ്പോൾ നെക്സ്റ്റ് പാർട്ടിലേക്കുള്ളതാണോ അതോ ഇതിൻ്റെ ഒപ്പം വന്ന് നിൽക്കുന്നതാണോ ഒരു വല്ല സസ്പെൻസ് ആണോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ആ ഒരു കുതിരയിൽ വരുന്ന ആ ഒരു സംഭവം ഫേസ് കുറച്ച് ബ്ലർ ആക്കിയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞതിനൊരു പക്ഷെ സ്പോയിലറായി പോകാം. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിവുണ്ടായെങ്കിൽ ഒന്ന് കമന്റിലൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ട്രെയിലറിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയാം. അപ്പോൾ വേറെ വീഡിയോ റിയാക്ഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് മീറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് AR Media.